ഈ വർഷം ഒരു ജോബ് സ്വിച്ച് നടത്തിയ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തേടി എത്താൻ പോകുന്ന ഒരു വലിയ ടാക്സ് പെനാലിറ്റിയെക്കുറിച്ചും അത് എങ്ങനെ ഒഴിവാക്കി നിങ്ങളുടെ പണവും സമയവും ലാഭിക്കാം എന്നും ഞാൻ അടുത്ത 90 സെക്കൻഡിനുള്ളിൽ പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പലരും വിചാരിക്കുന്നത് രണ്ട് കമ്പനിയും കൃത്യമായി TDS കട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. എന്നാൽ ITR ഫയൽ ചെയ്യുമ്പോൾ ഒരു വലിയ എമൗണ്ട് എക്സ്ട്രാ പേയ്മെന്റ് ആയി അടയ്ക്കാൻ വരുന്നത് കണ്ട് നിങ്ങൾ ഞെട്ടിയേക്കാം. നിങ്ങളൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ പഴയ കമ്പനിയിലെ പോലെ തന്നെ പുതിയ കമ്പനിയിൽ നിങ്ങൾക്ക് ബേസിക് ടാക്സ് എക്സംഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസും എല്ലാം തരും. ഒരേ വർഷം 2 തവണ ഈ ബെനിഫിറ്റ് എടുക്കുന്നത് ഇൻകം ടാക്സ് റൂൾ പ്രകാരം തെറ്റാണ്. രണ്ട് കമ്പനിയിലെയും വരുമാനം ഒരുമിച്ച് കൂട്ടുമ്പോൾ നിങ്ങളുടെ ടാക്സ് ലാബ് റേറ്റ് പെട്ടെന്ന് ഉയർന്നേക്കാം. ഇത് കാരണം വലിയൊരു തുക ടാക്സ് ഡ്യൂ വരികയും പലിശ സഹിതം പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. പഴയ കമ്പനിയിലെ വരുമാനം പുതിയ കമ്പനിയെ അറിയിക്കുന്ന ഫോം 12B സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ 2 ഫോം 16 കയ്യിൽ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടേക്കാം. തെറ്റായ വാല്യൂസ് എൻട്രി ചെയ്താൽ നോട്ടീസും വരും. 2 ഫോമും വെച്ച് മാനുവലായി കാൽക്കുലേഷൻസ് ചെയ്ത് നിങ്ങളുടെ വീക്കെൻഡ്സ് വെറുതെ കളയേണ്ട ഒരു കാര്യവുമില്ല. നേരെ myfinancial.in വരൂ. നിങ്ങളുടെ 2 ഫോം 16 അപ്ലോഡ് ചെയ്താൽ ഞങ്ങളുടെ അഡ്വാൻസ് സിസ്റ്റം ഡേറ്റ കൺസോളിഡേറ്റ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യും. വെറും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ITR ഫയൽ ചെയ്യാം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്വറി വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളുടെ നോട്ടീസ് മാനേജ്മെന്റ് സപ്പോർട്ടും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ലിങ്ക് ബയോയിലുണ്ട്. ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.